CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയും ഹൗസിംഗ് ബോർഡ് ചെയർമാനുമായ PP സുനീറിന് രാജ്യസഭാ സീറ്റ് നൽകിയതിനെതിരെ VS സുനിൽകുമാർ. മുതിർന്ന നേതാവിനെ ആക്കുന്നതായിരുന്നു ഉചിതമെന്നും സുനിൽകുമാർ അഭിപ്രായപ്പെട്ടു. ഇതോടെ സുനിൽകുമാറിനെ പരിഹസിച്ച് AIYF പ്രസിഡന്റ് N അരുൺ രംഗത്തെത്തുകയായിരുന്നു. 40 വയസ്സിന് മുൻപ് MLAയും 50 വയസ്സിന് മുൻപ് മന്ത്രിയുമായ ആൾ തന്നെ ഇത് പറയണമെന്ന് അരുൺ യോഗത്തിൽ പരിഹസിച്ച് മറുപടി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കൂട്ടുത്തരവാദിത്വം വേണമെന്നും മുഖ്യമന്ത്രിയെ മാത്രം കുറ്റം പറയുന്നതിൽ അർത്ഥമില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. സർക്കാരിന്റെയും മുന്നണിയുടെയും പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്നും ബിനോയ് വിശ്വം CPI സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പറഞ്ഞു. ഒന്നല്ല 1000 പിണറായിമാർ പുറത്തുണ്ട് എന്നും CPI സംസ്ഥാന കൗൺസിൽ പറഞ്ഞു. CPM CPI നേതാക്കൾ ജനഹൃദയങ്ങളിൽ നിന്ന് അകന്നു. CPM CPI പാർട്ടികളുടെ അടിത്തറ തകർന്നു. ബൂത്തിലിരിക്കാൻ ആളില്ലാത്തിടത്ത് പോലും BJP വോട്ട് പിടിച്ചു. കേരളത്തിലെ ഇടതുപക്ഷം ഇങ്ങനെ പോയാൽ ബംഗാളിന്റെ പാതയിലെന്നും കൗൺസിലിൽ വിമർശനമുയർന്നു. ധനവകുപ്പിനെതിരെയും കടുത്ത വിമർശനമാണ് ഉണ്ടായത്. തോൽവി വിലയിരുത്തുന്നവർ മാടമ്പള്ളിയിലെ രോഗി ധനവകുപ്പെന്ന് തിരിച്ചറിയണമെന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ധനവകുപ്പിന്റെ കെടുകാര്യസ്ഥത തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണമായി എന്നും കൗൺസിൽ കുറ്റപ്പെടുത്തി. മന്ത്രിമാരെ പാർട്ടി എക്സിക്യൂട്ടീവിൽ നിന്ന് ഒഴിവാക്കില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം യോഗത്തിൽ അറിയിച്ചു. മന്ത്രിമാർ പാർട്ടി ചുമതലകളിൽ തുടരുന്നത് ഭരണത്തെ ബാധിക്കുമെന്നായിരുന്നു കൗൺസിലിലെ വിമർശനം. എന്നാൽ എക്സിക്യൂട്ടീവിൽ നിന്ന് മന്ത്രിമാരെ ഒഴിവാക്കണമെന്ന ആവശ്യം അദ്ദേഹം തള്ളിക്കളഞ്ഞു. താൻ മന്ത്രിയായിരുന്നപ്പോൾ എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ആവശ്യം തള്ളിയത്.